നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പഞ്ഞി പഞ്ഞി പോലുള്ള ഒരു അപ്പം ഉണ്ടാക്കാവേ നമുക്കിന്ന്. അരിയൊന്നും അരച്ച് വയ്ക്കാതെ അതേപോലെ തന്നെ തേങ്ങ ചേർക്കാതെ കപ്പി കാച്ചാതെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ചേരുവകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് പുളിച്ചു വരാൻ വെക്കേണ്ട താമസം അത്ര മാത്രമേ ഉള്ളൂ. ഇതേപോലെ നല്ലോണം തന്നെ മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പഞ്ഞി പോലുള്ള അപ്പമാട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. അപ്പോൾ അപ്പത്തിന്റെ മാവ് അരയ്ക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മിക്സിയുടെ ജാറാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി അത് തന്നെയാണ്. അതിനകത്തേക്ക് നേർപകുതി 1/2 കപ്പ് നമ്മുടെ ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ഏത് ചോറാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ കുത്തരിയുടെ ചോറാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം തന്നെ ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം എന്ന് പറയുന്നത് 250 ml കപ്പിന് 1 കപ്പ് വെള്ളം കേട്ടോ. നമ്മൾ എത്രത്തോളം ആണോ അരിപ്പൊടി എടുത്തത് അത്രയും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഇളക്കി അരിപ്പൊടിയും ചോറും വെള്ളവും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. നമ്മൾ സാധാരണ അരി അരയ്ക്കുന്ന അത്ര സമയമൊന്നും വേണ്ട. അരിപ്പൊടിയല്ലേ എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് തന്നെ ആയി വന്നോളും. ആ ചോറ് മാത്രം ഒന്ന് അരഞ്ഞു വരാനുള്ള താമസം അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന നമ്മുടെ മാവ് അത്യാവശ്യം വലിപ്പമുള്ള മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട. 1 കപ്പും അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും അത്ര മാത്രമേ നമ്മൾ അരി അരയ്ക്കാനായിട്ട് വെള്ളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി ശരിക്കും ഒന്ന് മൂടി വെച്ച് 1 മണിക്കൂർ ഒന്നും കൂടെ റെസ്റ്റായി നല്ലോണം തന്നെ പുളിച്ചു പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. മാത്രമല്ല നല്ല ചൂടൊക്കെ ഉള്ള കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പുളിച്ചു പൊങ്ങി വന്നോളൂ കേട്ടോ. നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പുളിച്ച് റെഡിയായി വന്നോളും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ചൂടൊന്നും ഇല്ലാത്ത ഒരു കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഒരു സ്റ്റീലിന്റെ അടുപ്പ് വെച്ചിട്ട് അതിന്റെ മേളിൽ ഒരു പാത്രത്തിൽ ചെറു ചൂടുവെള്ളം 1 മണിക്കൂർ ഒന്ന് വെച്ചിരുന്നാലും മതി കേട്ടോ. ഒരുപാട് തിളച്ച വെള്ളം വേണ്ട, ചെറു ചൂടുവെള്ളം മാത്രം മതി. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പുളിച്ചു വന്നോളും. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നല്ലോണം തന്നെ പുളിച്ചു പൊങ്ങി വന്നിട്ട് കേട്ടോ. സാധാരണ നമ്മൾ അരിയൊക്കെ അരച്ച് അപ്പം എങ്ങനെയാണോ റെഡിയാക്കുന്നത് അതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ. ശരിക്കും പുളിച്ച് നല്ലോണം തന്നെ പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കോ അതേപോലെ തന്നെ കപ്പി കാച്ചോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇത് മാത്രം മതി. നമ്മൾ സാധാരണ അരി അരച്ച് അപ്പം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം, അത്ര ടേസ്റ്റി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയമൊന്നും കളയേണ്ട. നല്ല ചൂടായ പാനിലേക്ക് ഇതേപോലെ മാവ് ഒഴിച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇതുപോലെ അപ്പം ചുടുന്നതിന് പകരം പാലപ്പമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചുട്ടെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ സാധാരണ അപ്പം പോലെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. നിറച്ച് തന്നെ കുത്തുകളൊക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം മൂടി വെച്ച് നല്ലോണം തന്നെ ഒന്നും കൂടെ മൊരിഞ്ഞു വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അപ്പമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് ശരിക്കും കുത്തുകളൊക്കെ വീണ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടത് ഇപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് അറിയാമല്ലോ നല്ലോണം തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ അപ്പവും പെട്ടെന്ന് ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. നമ്മളിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് അരിപ്പൊടി എടുത്തതുകൊണ്ട് ഒരു 9-10 അപ്പം ആട്ടോ നമുക്ക് റെഡിയാക്കി കിട്ടുന്നത് ഈ ഒരു വലിപ്പത്തിൽ. ഇനിയിപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ചേരുവകളൊക്കെയും ഡബിളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണമൊക്കെ അതനുസരിച്ച് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. കണ്ടതാ എല്ലാ അപ്പവും ഇതേപോലെ തന്നെ നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അപ്പത്തിന് പകരമായിട്ട് ഇതുപോലെ പാലപ്പമായിട്ട് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ നല്ലോണം തന്നെ മുരിഞ്ഞു വന്ന പാലപ്പമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ചൂടൻ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി. നല്ല ചൂട് ചിക്കൻ കറിയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് കറിയുടെയോ സ്റ്റൂവിൻ്റെയോ ഒക്കെ കൂടെ അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ. കണ്ടതാ ഇതുപോലെ നിറച്ച് കുത്തുകളൊക്കെ വന്ന് നല്ലോണം തന്നെ മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള അപ്പം തന്നെയാണ്. സാധാരണ നമ്മൾ അരിയൊക്കെ അരച്ച് അപ്പം ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.